നമ്മുടെയൊക്കെ ജീവിതത്തിൽ ടെൻഷൻ വരുമല്ലോ. പല ആളുകളും ടെൻഷനാണ്, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് പറയാറുണ്ടല്ലോ. ടെൻഷൻ നമ്മെ രോഗിയാക്കും. അമിതമായ ടെൻഷൻ നിന്റെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ടെൻഷൻ 100% നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ, നാം പോലും അറിയാതെ ടെൻഷനിൽ നിന്ന് നമുക്കൊരു മുക്തി ലഭിക്കാൻ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച, അവിടുത്തെ സ്വഹാബാക്കൾ പഠിപ്പിച്ച അത്ഭുതകരമായൊരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനം നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുടെ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. മനുഷ്യരായ നമുക്ക് സങ്കടങ്ങളും ടെൻഷനും ഉണ്ടാകുമെന്ന വിഷയത്തിൽ തർക്കമില്ല. പ്രയാസങ്ങൾ സഹിക്കേണ്ടുന്ന അവസ്ഥയിൽ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. അപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രവാചകന്മാർക്ക് വരെ ടെൻഷൻ ഉണ്ടാകും. യാക്കൂബ് നബി അലൈഹി സ്വലാം തൻ്റെ മകൻ നഷ്ടപ്പെട്ട വിഷയത്തിൽ ടെൻഷൻ അടിച്ചിട്ട് അവിടുത്തെ കണ്ണ് കരഞ്ഞ് വെളുത്തുപോയി എന്ന് വിശുദ്ധമായ ഖുർആൻ. അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു രോഗം നൽകിയില്ലേ? അപ്പൊ സങ്കടങ്ങളും ടെൻഷനും അള്ളാഹു നൽകും എന്നുള്ളത് ഒരു വസ്തുതയാണ്, തർക്കമില്ലാത്ത വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ടെൻഷൻ തരുമ്പോൾ ആ ടെൻഷൻ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ടല്ലോ, ടെൻഷനാണ്, എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരുമോ? മുത്തുനബി തങ്ങൾക്ക് അള്ളാഹു ടെൻഷൻ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തൊരു ദിക്റാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മുത്തുനബി തങ്ങൾക്ക് ടെൻഷൻ വരുമോ? മുത്തുനബി തങ്ങളുടെ ടെൻഷൻ നമ്മുടെ ടെൻഷൻ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. മുത്തുനബി തങ്ങൾക്ക് പ്രബോധനത്തിന്റെ വിഷയത്തിൽ ടെൻഷൻ ഉണ്ടാകും. എന്താണ് ആരും വിശ്വസിക്കാത്തത് എന്ന ടെൻഷൻ ഉണ്ടാകും. നമ്മുടെ ടെൻഷൻ ദുനിയാവാണ്. ജോലി പോയി, പൈസയില്ല, വണ്ടി മേടിക്കാൻ പറ്റുന്നില്ല, വീട് പണി നടക്കുന്നില്ല, നമ്മുടെ സ്വപ്നങ്ങൾ ആവശ്യങ്ങൾ നടക്കുന്നില്ല. ഇതൊക്കെ ആയിരിക്കാം നമ്മുടെ ടെൻഷൻ. റസൂലുള്ളാഹിന്റെ ടെൻഷൻ നമ്മുടെ ടെൻഷന് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ടെൻഷൻ അമിതമായാൽ അത് നമ്മെ രോഗിയാക്കുമെന്നുള്ളതാണ്. നാം രോഗിയായി പോകും ടെൻഷൻ അധികരിച്ചു കഴിഞ്ഞാൽ. പല ആളുകൾക്കും ഭാവി കാലത്തെക്കുറിച്ചുള്ള ആദിയായിരിക്കും ടെൻഷൻ. ചില ആളുകൾക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ സംഭവിച്ച മരണങ്ങളോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരിതങ്ങളോ ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ടെൻഷൻ. വർത്തമാന ടെൻഷനും ഉണ്ട്. അപ്പം ടെൻഷൻ ഏതാണെങ്കിലും, കഴിഞ്ഞു പോയതാണെങ്കിലും വരാനിരിക്കുന്നതാണെങ്കിലും ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ടെൻഷൻ, പ്രയാസങ്ങളിലെ ദുഃഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ദിക്ർ നമ്മൾ പഠിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ നമ്മൾ 7 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് ദിക്ർ ഏതാണ് എന്ന് നമ്മൾ പഠിക്കും. അതിനു മുമ്പ് നമ്മുടെ ടെൻഷൻ മാറാൻ വേണ്ടി നമ്മൾ പ്രത്യക്ഷത്തിൽ ഭൗതികപരമായി നമ്മൾ ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങൾ സൂചിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ടെൻഷനെ നാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒഴിവാക്കി വിടുക, നെവർ മൈൻഡ് ചെയ്യുക. ടെൻഷൻ വരുമോ എന്ന് വിചാരിച്ചാൽ ടെൻഷൻ വരും. എന്നാൽ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ആ ടെൻഷനെ ഞാൻ പ്രതിരോധിക്കും, അങ്ങനെയും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ടെൻഷൻ ഒരു ഭാഗത്ത് വരട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് ടെൻഷൻ്റെ വഴിക്കും പോവുക. ടെൻഷൻ അടിക്കൂല എന്ന് നാം തീരുമാനിച്ചാൽ കൂടുതൽ ടെൻഷൻ വരും. ഒരു കാര്യം നമ്മൾ ആലോചിക്കണ്ട എന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ ആ കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോടൊരു മന്ത്രം ചോദിച്ചു. ഗുരു പറഞ്ഞു, നീ ഈ മന്ത്രം പറഞ്ഞോ, പക്ഷെ നിന്റെ മനസ്സിലേക്ക് ഈ മന്ത്രം പറയുന്ന സമയത്ത് കുരങ്ങന്റെ മുഖം വരാൻ പാടില്ല എന്നൊരു നിബന്ധന വെച്ചു. ടെൻഷൻ മാറാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തതാണ് ഗുരു. അങ്ങനെ ശിഷ്യൻ വീട്ടിലേക്ക് പോയി മന്ത്രം ഉച്ചരിക്കാൻ തുടങ്ങി. മന്ത്രം ഉച്ചരിക്കാൻ നേരം ഗുരു പറഞ്ഞത് ഓർമ്മ വന്നു. എന്താ ഗുരു പറഞ്ഞത്? കുരങ്ങന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ കുരങ്ങന്റെ മുഖം മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. കാരണം എന്താ? കുരങ്ങന്റെ മുഖം ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരൂല എന്നുള്ള ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല നമ്മളിവിടെ ചെയ്യേണ്ടത്. ടെൻഷനെ പ്രതിരോധിക്കേണ്ട, ടെൻഷൻ അതിൻ്റെ വഴിക്ക് വരട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക.
എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. ടെൻഷനെ പ്രതിരോധിക്കുക എന്നാൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാകുമെന്നർത്ഥം. രണ്ടാമത്തെ ഒരു മാർഗം നമ്മൾ എപ്പോഴും ബിസിയാവുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒരു കാര്യത്തിൽ നിന്ന് നീ അവസാനിച്ചാൽ മറ്റൊരു കാര്യത്തിൽ നീ പ്രവേശിക്കുക. ഒരു കാര്യം വിരമിച്ചാൽ അടുത്ത കാര്യത്തിൽ പ്രവേശിക്കുക. നമ്മൾ വെറുതെ ഇരിക്കും. ചില ആളുകൾ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുമല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ദുനിയവിയോ ഉഖറവിയോ ആയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധപ്പെടാതെ വെറുതെ ഇരിക്കുന്നത് ഞാൻ വെറുക്കുന്നു എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ വെറുതെ ഇരിക്കുക എന്നുള്ളത് മനുഷ്യനെ പല ചിന്തകളിലേക്കും ടെൻഷനുകളിലേക്കും എത്തിക്കും. അതുകൊണ്ട് ടെൻഷൻ ഒഴിവാക്കാനുള്ള മാർഗ്ഗം നമ്മൾ എപ്പോഴും ബിസി ആവുക, ഏതെങ്കിലും വിഷയത്തിൽ എൻഗേജഡ് ആവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു മാർഗ്ഗം എന്നുള്ളത്, നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. നമുക്ക് കൂട്ടുകാരില്ലേ, നമുക്ക് കുടുംബങ്ങളില്ലേ, നമുക്ക് ഭാര്യമാരില്ലേ, നമുക്ക് ഭർത്താക്കന്മാരില്ലേ, നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഇവിടെയില്ലേ. ഏറ്റവും ചുരുങ്ങിയത് കാശ് കൊടുത്തെങ്കിലും നമ്മൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയി, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോയി നമ്മുടെ സങ്കടങ്ങൾ പറയണം. അപ്പോൾ ടെൻഷൻ മാറിക്കിട്ടും. മൂന്നാമത്തെ മാർഗ്ഗം അതാണ്. നാലാമത്തെ മാർഗ്ഗം എന്നുള്ളത് വലിയ ടെൻഷനുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ ടെൻഷൻ എത്ര ചെറുതാണ്, ഞാൻ ഈ വിഷയത്തിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നും. എപ്പോ നമ്മളെക്കാൾ വലിയ ടെൻഷനുള്ള ആളുകളിലേക്ക് നോക്കിയാൽ മതി. അത് മുത്തനബി തങ്ങളുടെ ഒരു ഉപദേശം കൂടിയാണ്. അങ്ങനെ നമ്മൾ ചെയ്തു നോക്കി. നമ്മളെക്കാൾ പ്രയാസമുള്ളവരിലേക്ക് നോക്കിയാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. നമ്മൾ ഏതൊരു വിഷയത്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, ആ ടെൻഷൻ അതിനേക്കാൾ പ്രയാസമുള്ള ആളുകളിലേക്ക് നോക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ മാർഗം എന്നുള്ളത് കരയുക എന്നുള്ളതാണ്. കരയാണ്ട് ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ മനസ്സിൻ്റെ അകത്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെൻഷൻ വരും, ഭയങ്കര പ്രയാസമുണ്ടാകും, വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മുടെ ശരീരം എത്തും, നാം രോഗിയാകും. കരയണം. കരഞ്ഞാൽ ആ കണ്ണുനീരിലൂടെ സങ്കടങ്ങൾ പോയി കിട്ടും. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കരയാം. നമ്മുടെ ഭാര്യയുടെ മുമ്പിലും ഭർത്താക്കന്മാരുടെ മുമ്പിലും വേണ്ടപ്പെട്ടവരുടെ മുമ്പിലൊക്കെ കരയാം. ഡോക്ടർമാരുടെ മുമ്പിൽ നമുക്ക് കരയാം. കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറെ ടെൻഷൻ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഏതാനും ചില വിഷയങ്ങൾ ടെൻഷൻ മാറാൻ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു 5 എണ്ണം പറഞ്ഞു എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. ടെൻഷൻ മാറാൻ, അത് ഏത് ടെൻഷനാകട്ടെ, കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചോ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഇപ്പം നിലവിലുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ആവട്ടെ, ദുനിയവി ഉഖ്റവി ഏതുമാകട്ടെ, നമ്മുടെ ടെൻഷൻ മാറാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൻ കാല ഇദാ അസ്ബഹ, പ്രഭാതത്തിൽ ഒരാൾ പറഞ്ഞാൽ, വഇദാ അംസ, വൈകുന്നേരവും ഒരാൾ പറഞ്ഞാൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം 7 മറാത്ത്, 7 പ്രാവശ്യം പറഞ്ഞാൽ കഫാഹുല്ലാഹു മാ അഹമ്മഹു, അല്ലാഹു അവന്റെ ദുഃഖം, പ്രയാസം, ടെൻഷൻ മാറ്റിക്കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നതായിട്ട് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഈ ഒരു ദിക്ർ ഏതാണെന്നറിയോ? സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്താണ്. ഫഇൻ തവല്ലു ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്നായത്തുണ്ടല്ലോ. ലഖദ് ജാഅക്കും കഴിഞ്ഞിട്ടുള്ള ആയത്ത്, സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്ത്. മുത്തുനബി തങ്ങളോട് അല്ലാഹു പറഞ്ഞതാണ്, നബിയെ തങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഈ ദിക്ർ ചൊല്ലിക്കോ. അതുകൊണ്ട് നമ്മുടെ ടെൻഷനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ചൊല്ലേണ്ട, തേടേണ്ട, സഹായം ചോദിക്കേണ്ട ഒരു ദിക്റാണ്. രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ഇത് പറഞ്ഞ ഒരു ടെൻഷനും നമുക്കുണ്ടാവൂല. ദിക്ർ ഏതാണ്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റി തരട്ടെ. സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകട്ടെ. റബ്ബന ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.